നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൽ ഫസ്റ്റ് ഗിയർ ഇട്ടതിന് ശേഷം ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തിട്ടും വാഹനത്തിൽ ഒരു അനക്കവും ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൊതുവേ നമുക്ക് വരുന്നൊരു ചിന്ത എന്തായിരിക്കും? നമ്മുടെ വാഹനത്തിൻ്റെ ക്ലച്ച് തീർന്നതായിരിക്കും. കാരണം ഫസ്റ്റ് ഗിയർ ഇട്ടിട്ടും നമ്മൾ ഫസ്റ്റ് ഗിയർ എൻഗേജ് ചെയ്തു, വാഹനത്തിൻ്റെ ക്ലച്ചിൽ നിന്ന് കാലെടുത്ത്, പക്ഷേ വാഹനം മുമ്പോട്ട് നീങ്ങുന്നില്ല. ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ വരുന്നൊരു സംശയം ക്ലച്ച് തീർന്നു എന്ന് തന്നെയാണ്. ഇതുപോലൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ക്ലച്ച് തീർന്നതിൻ്റെ പ്രശ്നമല്ല കേട്ടോ. നമുക്കിപ്പം കാര്യത്തിലോട്ട് വരാം. ചോദ്യം ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. ഗിരീഷ് കോട്ടുപള്ളിയിലാണ്. ചോദ്യം ഇങ്ങനെയാണ്: രാകേഷ് ബ്രോ, രാവിലെ ഫസ്റ്റ് ഇട്ട് വണ്ടി മൂവ് ചെയ്യുന്നില്ല, ഹാൻഡ് ബ്രേക്ക് ഇട്ട ഫീൽ പോലെ. ആഫ്റ്റർ റിലീസിങ് ഫുൾ ക്ലച്ച് എന്തോ ഫ്രണ്ടിൽ നിന്നും ഒടിയുന്ന സൗണ്ട് പോലെ. അത് കഴിഞ്ഞ് മൂവ് ആയേ. ഇനി പ്രോബ്ലം സിയാസ് ആണ്. അപ്പോൾ സിയാസ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ വാഹനത്തിൻ്റെ ക്ലച്ച് വരുന്ന സമയത്ത് ഫ്ലൂയിഡ് ക്ലച്ചാണ് വരുന്നത്. അതായത് നോർമൽ ക്ലച്ച് അല്ല വരുന്നത്, കേബിൾ ഓപ്പറേറ്റഡ് ടൈപ്പ് അല്ല വരുന്നത്, ഫ്ലൂയിഡ് ഓപ്പറേറ്റഡ് ആണ് വരുന്നത്. അതായത് ഒരു ക്ലച്ച് പമ്പുണ്ട്, ക്ലച്ചിൻ്റെ സ്ലീവ് സിലിണ്ടർ ഉണ്ട്. നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരു ഫ്ലൂയിഡാണ് പ്രഷർ കൊടുത്ത് ക്ലച്ചിനെ റിലീസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഈ പറഞ്ഞ കാര്യത്തിൽ രണ്ട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതായത് എനിക്ക് തോന്നുന്ന കാര്യമാണ് ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്യുന്നത്. കാരണം ഈ ഒരു കംപ്ലയിൻറ്റ് ആകാൻ ചാൻസ് ഉണ്ടെന്നാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത്. അതായത് ഒന്നാമത്തെ കാര്യം, നമ്മുടെ വാഹനത്തിൻ്റെ ക്ലച്ച് സ്ലേവ് സിലിണ്ടറിനകത്ത് ഏതെങ്കിലും രീതിക്ക് എയറിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ വരാൻ ചാൻസസ് കൂടുതലാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞതുപോലെ വാഹനം ഈ ഹാൻഡ് ബ്രേക്ക് ഫുള്ളായിട്ട് റിലീസ് ആകാതെ ഇരിക്കുകയാണെന്നുള്ളത്. അതായത് ഹാൻഡ് ബ്രേക്ക് നമ്മൾ അപ്ലൈ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ വാഹനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും വെള്ളത്തിൽ കൂടെയൊക്കെ പോയതിന് ശേഷമായിരിക്കും ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടിരിക്കുന്നത്. അങ്ങനെ ഹാൻഡ് ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ വരുന്ന കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വെള്ളത്തിൻ്റെ അംശവും ഈ പൊടിയും കൂടെ വരുമ്പോഴത്തേക്ക് ഇത് സ്റ്റക്കായി നിൽക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അങ്ങനെ സ്റ്റക്കായി നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്താലും വാഹനം മുമ്പോട്ട് നീങ്ങത്തില്ല. നീങ്ങാതെ വരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു ഫീലായിരിക്കും വരുന്നത്. പക്ഷേ ഇതൊന്നുകൂടെ ഒന്ന് കറങ്ങി കഴിയുമ്പോൾ, അതായത് എൻജിൻ ഈ ഗിയർ ബോക്സിൽ നേരെ ടയറിലോട്ട് ഡ്രൈവ് അങ്ങ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഈ വീല് ലൂസായി പോകും. അങ്ങനെ ലൂസാകുന്ന സമയത്താണ് ടക്കെന്ന് പറഞ്ഞ ഒച്ച കേൾക്കാനുള്ള ചാൻസസ് കൂടുതൽ. അതാകാനാണ് ചാൻസ് ഏറ്റവും കൂടുതൽ. ഞാൻ ഫസ്റ്റ് പറഞ്ഞൊരു ഓപ്ഷൻ വളരെ കുറവാണ്, പക്ഷേ അതും വരാൻ ചാൻസസ് ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ റിവേഴ്സ് ഗിയർ ഇട്ട് നോക്കുക. പല്ലൊരേന്ന് ഒച്ചയോ അല്ലെങ്കിൽ നല്ല, അതായത് ഫുൾ ക്ലച്ച് അപ്ലൈ ചെയ്തതിന് ശേഷം റിവേഴ്സ് ഗിയർ ഇട്ട് നോക്കുക. അങ്ങനെ നല്ല പല്ലൊരേന്ന് ഒച്ച കേൾക്കുകയാണെങ്കിൽ ക്ലച്ചിൻ്റെ ഇഷ്യൂ അല്ലെങ്കിൽ സ്ലേവ് സിലിണ്ടർ പ്രശ്നം കൊണ്ട് വരാൻ ചാൻസസ് ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞൊരു കേസ് എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു അസംഷനാണ്, ഹാൻഡ് ബ്രേക്ക് ഒട്ടിയിരുന്ന് പോയതിൻ്റെ പ്രശ്നം കൊണ്ടാകാനാണ് ചാൻസസ് കൂടുതൽ.